പ്ലേറ്റിലിട്ടല്ലേ റഫീഖ അപ്പോൾ കുറേ തിന്ന്. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ട ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ എണീറ്റ് ഞാനും റഫീഖയും നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു മൂടലും തണുപ്പും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും ഈ മഴയൊക്കെ ഉണ്ടല്ലേ. വൈകുന്നേരമൊക്കെ തുടങ്ങി രാവിലെയും ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പും അങ്ങനത്തെ ഒക്കെ ഒരു ഇതല്ലേ രാവിലെയൊക്കെ ഉള്ളത്. അപ്പോൾ പാലുണ്ടേ, ഞാൻ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ ഇന്നലെ നമ്മൾ ഒരു 2 ലിറ്ററൊക്കെ ഒരുമിച്ച് ഇങ്ങനെ സൊസൈറ്റി പാലില്ലേ അത് വാങ്ങിയിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ അത് തീരുമ്പോൾ അടുത്തത് അത് തീരുമ്പോഴാട്ടോ പിന്നെ വാങ്ങുക. അപ്പം ഇങ്ങനെ ഒരുമിച്ച് കാച്ചിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെക്കും, ഫ്രീസറിലല്ല ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പിറ്റേ ദിവസം രാവിലെ ഞാനിതുപോലെ പാൽപ്പാടം ഇതുപോലെ ഞാൻ കളക്ട് ചെയ്യുന്ന ഒരു ബോക്സ് ഉണ്ട്, അത് നിറയുമ്പോൾ അത് നെയ്യാക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ അതിലേക്ക് മാറ്റും. അപ്പോൾ ഇങ്ങനെ നല്ല കട്ടിയായിട്ട് പിറ്റേ ദിവസം നമ്മൾ അത്രയും നേരം വെച്ചതല്ലേ, അപ്പോൾ നല്ലതിൻ്റെ മുകളിൽ നന്നായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഒരു 2 ലിറ്ററൊക്കെ വാങ്ങുമ്പോൾ നമുക്കത് അതിനായിട്ടൊരു മെനക്കെടാനും നല്ലതാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടും. പിന്നെ അത് ഈ ബോക്സിലേക്ക് ആക്കി വെച്ചിട്ട് പിന്നെ പാല് ഞാൻ ബോട്ടിലേക്ക് പിന്നെയാണ് കേട്ടോ ഞാൻ മാറ്റുക. ഇത് നമുക്കൊരു 2-3 ദിവസത്തേക്ക് എന്തായാലും പാലുണ്ടാവും, കേടുവരൊന്നും ചെയ്യില്ല കേട്ടോ. പാല് കാച്ചി വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പച്ചക്ക് അങ്ങനെ വെക്കരുത് കേട്ടോ, അപ്പോഴായിരിക്കും ആ ഒരു ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. 3-4 ദിവസം ഇരുന്നാലും നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലൊക്കെ 3-4 ദിവസമൊക്കെ വെക്കുമല്ലോ, ഒരു പ്രശ്നം ഉണ്ടാവില്ലേ. ആദ്യം നമ്മൾ നടക്കാനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് പാല് വാങ്ങിയിട്ട് വരികയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അപ്പുറത്തെ റോഡിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പോയാൽ മതി. കഴിക്കാം, എന്താ നല്ലതല്ലേ, ഫ്രൂട്ട് കഴിക്കണത് നല്ലതല്ലേ. വെള്ളം കുടിച്ചിട്ട് കഴിച്ചേ. മീൻ ഇനി കൊണ്ടുവന്നിട്ട് സമയം ചിക്കൻ ഉണ്ട്. ഒന്നും വേണ്ട. മന്തി ഉണ്ടോ നോക്ക്, മന്തി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിന്. അതും ഈ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാനേ അല്ലേ. ചായ വെക്കണ്ടേ, വെക്കണോ? നമ്മളങ്ങനെ എന്നും ചായ വെക്കലില്ല കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുടിക്കാൻ തോന്നുന്ന സമയത്ത് അങ്ങനെ ചായ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് വെക്കാറില്ല. ഇതിപ്പോൾ പാല് എന്നും ഞാൻ കറക്റ്റായിട്ട് ഒഴിക്കുന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും പാലൊക്കെ പുറത്തൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയും നമ്മൾ തുടക്കുന്ന ക്ലീനിങ് ക്ലോത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്ലോത്തിൽ നിന്ന് അത് പോകാൻ വലിയ പാടാട്ടോ. പാലിൻ്റെ ഒരു സ്മെല്ലും പിന്നെ നമ്മൾ തുടക്കുമ്പോഴൊക്കെ എത്ര കഴുകിയാലും ഒരു വൈറ്റ് ആ ഒരു ഇതുണ്ടാവും. ഞാൻ ടിഷ്യൂം കൊണ്ട് തുടച്ചിട്ട് പിന്നെ തുടക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇന്നൊരു ചായ ഇടട്ടെ എന്നാണ് വിചാരിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ല ആ ഒരു തണുപ്പ് ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ സൗണ്ടിൽ നിങ്ങൾക്കത് കിട്ടുന്നുണ്ടാവും. അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് മീൻ വേണമെന്നൊക്കെ റഫീക്ക് ചോദിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് റഫീക്ക് ഫുഡും കൊണ്ടാണേ. 8 മണിയാവുന്ന സമയത്ത് പോവുകയും വേണം, ലഞ്ചൊക്കെ കൊണ്ടുപോകണ്ടേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ആക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഒന്നും ഇല്ലാണ്ട് കൊടുത്തേക്കാൻ ഒരു പാടല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. പക്ഷേ റഫീഖക്ക് ചിക്കൻ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. മീനാണ് ഇഷ്ടം കേട്ടോ, ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഇഷ്ടം അതാണ്. അപ്പോൾ അല്ലെങ്കിലും ചിക്കനോട് വലിയ താല്പര്യമില്ല കേട്ടോ. നമ്മൾ ലേഡീസിനല്ലേ ചിക്കൻ ഭയങ്കര ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെ ചിക്കൻ വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം മീൻ വാങ്ങിയിട്ട് അത് ക്ലീൻ ചെയ്ത് ഞാൻ തലേ ദിവസമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക ചെയ്യുക. ഇത്രയും നേരത്തെ പോകേണ്ടതുകൊണ്ട് കേട്ടോ, നമുക്ക് വേഗം അത് എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കണ്ടേ അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ അത് ക്ലീൻ ചെയ്ത് അതിനായിട്ട് നിന്ന് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന മീൻ വേണ്ടാന്ന് പറയുമായിരുന്നു, നോക്കട്ടെ.
അപ്പോൾ ചായ ഒക്കെ ആക്കിയിട്ട് എടുത്തു. ഇനിയിപ്പോൾ കുറച്ച് നട്ട്സ് എന്തെങ്കിലും അതിൻ്റെ സൈഡായിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറേയൊന്നും ഇല്ല, ഒന്ന് രണ്ടെണ്ണം. കാര്യം ഞാനിപ്പോൾ പഴം പുഴുങ്ങുക, എഗ്ഗ് പുഴുങ്ങുക ഒക്കെ ചെയ്യാം. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അങ്ങനെ അങ്ങ് വൈകിപ്പിക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എഗ്ഗും ഒരു എഗ്ഗ് ഒരു പഴം കഴിച്ചാലൊക്കെ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു 2 പഴമോ ഒരു എഗ്ഗൊക്കെ കഴിച്ചാൽ മതി. പക്ഷെ അതിവിടെ ഇവർക്കൊന്നും എനിക്ക് കുഴപ്പമില്ല, റുഫീഖും വാക്കൊന്നും ശരിയാവില്ല കേട്ടോ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും വേണം. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെ അതിന് നിൽക്കലില്ല. എന്താ പറയുക, വേഗം ബ്രേക്ക്ഫാസ്റ്റും അങ്ങ് ആക്കിയിട്ട് കാര്യമായിട്ട് കഴിക്കാൻ നിൽക്കലില്ല കേട്ടോ. എണീറ്റ് ഉടനെ ഈ ഒരു ചായക്കുള്ളത് വെള്ളമോ എന്തെങ്കിലും കുടിക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വേഗം പോവുക. അത് ഉണ്ടാക്കാനും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകും. ആ ഒരു വിശപ്പൊക്കെ നിൽക്കുമ്പോൾ വേഗം കഴിക്കാനും തോന്നുമല്ലോ. അങ്ങനെ പിന്നെ ഇപ്പോൾ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. എണീറ്റിട്ടില്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ചായയാണേ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാമ്പിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണുമ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഒരുക്കട്ടെ. ഓക്കെ, റഫീഖ അപ്പോൾ കുറേ തിന്ന് ഇത് ഈ മുളകും മാങ്ങയും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ്. ഞങ്ങളൊരു 4 മണിയാകുമ്പോഴത്തേക്കും സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരെ ചുണ്ടയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടത്തിനെ വിളിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ റഫീഖും കൂടെ നേരെ പോന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചാവി എടുത്ത് അതൊക്കെ തുറന്നു. ഫോൺ വിളിച്ച് നോക്കിയപ്പോൾ പൂമോളും കുട്ടികളും അവരൊക്കെ കൂടെ ടൗണിൽ എവിടെയോ പോയതാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ റഫീഖ കിടക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഞാനിതാ പുറത്ത് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എരില്ലല്ലോ. പപ്പ എവിടെ? എവിടെ? ഇങ്ങനെ എനിക്ക് ഇങ്ങനെ അങ്ങനല്ല. ചാടിച്ചോ? ഈ എവിടെ പോയതാ? എവിടെ? ഐസ് വാങ്ങാനോ? ആർക്കൊക്കെ ഐസ് വേണ്ടത്? ഐസ്ക്രീം എം ടി. പിന്നെ ദീദിക്ക് അബ്ബക്ക് ഇമ്മി മുഹമ്മദിന് പപ്പക്ക് എം ടിക്കും ഉണ്ട്. ഇങ്ങനെയൊക്കെ മാങ്ങയൊക്കെ പുറത്ത് ഉണക്കാൻ വെച്ചത് തുറമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാട്ടോ. ഞാനും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മഴ സംഭവം എപ്പോഴും അങ്ങനെ തന്നെയാട്ടോ. ഞാനും ഒരുങ്ങി വരുമ്പോഴത്തേക്കും മഴയൊക്കെ അങ്ങ് തുടങ്ങും. ഒരു 2 ദിവസത്തെ നല്ലൊരു വെയിൽ കിട്ടണം. അത് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ അപ്പോൾ ഓളെന്തായാലും ഒരു 10-15 മാങ്ങയൊക്കെ തുറമാങ്ങക്ക് വേണ്ടി റെഡിയാക്കി ഇട്ടിട്ടുള്ള ആട്ടോ നിങ്ങൾ കണ്ടത്. അത് മുറിച്ചിട്ട മാങ്ങയൊക്കെ, തുറമാങ്ങ ആരും തൊട്ടിട്ടില്ല. പക്ഷെ മറ്റേതൊക്കെ എല്ലാവരും തിന്ന് കേടൊന്നല്ല. എടുക്കണ്ട, ജീ എടുക്കാനേക്കുന്നു. ഇത് അടിപൊളിയാട്ടോ. മധുരം ഉണ്ടോ? ഉണ്ടോ നോക്കട്ടെ. തേനൊന്നല്ല, പക്ഷെ പുളിച്ചുമല്ല, പുളിയല്ല, മധുരം നല്ലോണമല്ല, എന്നാലും ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടതാ. അത് രസമുണ്ട്, പക്ഷെ ഇത് സാധാണ് പിങ്ക്. മാങ്ങ രസമുണ്ടോ? ഇങ്ങോട്ട് നോക്ക്, എംതിനെ നോക്ക്. മുഹമ്മദ് പാട്ട് പാട്. ഇതിപ്പോൾ സമയം കുറേ ആയിട്ടോ. അമ്മ ബാങ്കൊക്കെ കൊടുത്ത് അപ്പോൾ റഫീക്ക പോവാന്ന് പറയുന്നുണ്ട്. ഏട്ടത്തി ചോറൊക്കെ തിന്നിട്ട് എല്ലാവരോടും രാത്രിയിൽ പൂമോളും പോവും, അപ്പോൾ രാത്രി പോവാന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങൾ
മഗ്‌രിബൊക്കെ നിസ്കരിച്ച് ഇശാ വരെ നിന്നിട്ടില്ല, പിന്നെ ഫുഡ് കഴിക്കാനും നിന്നിട്ടില്ല, നമ്മൾ പൂരാട്ടം ഉണ്ടായത്. പിന്നെ ടൗണിൽ കുറച്ച് സമയമൊക്കെ റഫീഖ് ആരൊക്കെയോ കാണാനൊക്കെ ഉണ്ടായി, അങ്ങനെ കുറേ നിന്ന് പിന്നെ രാത്രിയിലാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. അങ്ങനെ പിന്നെ സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതാ ഇപ്പോഴാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാനാക്കി, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പുട്ടും പഴമായിരുന്നു, അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. ഇനിയിപ്പം വേഗം ഇതൊന്ന് എടുത്ത് വെക്കട്ടെ. അപ്പം എനിക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൂടെ ഉണ്ട് കേട്ടോ ഇതിൽ. അതുകൊണ്ടാണ് ഇപ്പം തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ റഫീഖാനൊക്കെ വിട്ടിട്ട് പണിയൊക്കെ കുറച്ചൊക്കെ ഒരുങ്ങിയിട്ടേ ഞാൻ എടുത്ത് വെക്കുള്ളേ. ഇപ്പോൾ 1-2 സാധനങ്ങൾക്ക് എനിക്ക് ആവശ്യമുള്ളതും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നമ്മൾ എല്ലാ സാധനമൊന്നും അവിടെ നിന്ന് നമുക്ക് കിട്ടാറില്ല. എല്ലാ സാധനവും നമ്മളിവിടെ പുറത്ത് കടയിൽ നിന്നും വാങ്ങാറില്ല. അപ്പോൾ വാങ്ങുന്ന കുറച്ച് ഐറ്റംസ്, ഹാർപ്പിക്ക്, വിം ലിക്വിഡ്, അതുപോലെ തന്നെ നമ്മളെ ഹാൻഡ് വാഷിൻ്റെ അത്, പിന്നെ ഷാമ്പു, അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ വാങ്ങുക. സോപ്പ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, മനസ്സിലായില്ലേ, അതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചതൊന്നും കിട്ടിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ റീഫില്ല് ചെയ്യുന്ന നമ്മളെ എന്താ പറയുക, പാത്രം കഴുകുന്നത്, അതുപോലെ തന്നെ ഹാൻഡ് വാഷിൻ്റെ ഒക്കെ ആ ഒരു പാക്കാണ് വാങ്ങുക. അപ്പോൾ അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ചെന്ന സ്ഥിതിക്ക് അവിടെ ഉള്ളത് അങ്ങ് എടുക്കുകയാണ് കേട്ടോ ചെയ്യാൻ. നമുക്ക് അത്യാവശ്യം റേറ്റ് നല്ല വ്യത്യാസത്തിലാട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ നിന്ന് അങ്ങ് എടുക്കും. കുളിക്കുന്ന സോപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇപ്പോൾ ഹാർപ്പിക്കല്ല, എന്നാലും അതിൻ്റെ വേറൊരു ഐറ്റമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സോപ്പൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം പുതിയ എന്താ മഞ്ഞൾ സോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. എടുത്തിട്ട് നോക്കിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഷാമ്പുവും അതുപോലെ തന്നെ ഒരു ധാത്രീൻ്റെ ഒരു താളി, ചെമ്പരത്തി താളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ് കിട്ടിയിട്ടുള്ളത്. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, എന്തായാലും നാച്ചുറലാണ്, കെമിക്കൽ ഫ്രീ ആണ് എന്നൊക്കെ അതിൽ കണ്ടു. എന്തായാലും നോക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനങ്ങനെ എപ്പോഴും അല്ല, ഇടയ്ക്ക് ആഴ്ചയിൽ 2 ദിവസം ഷാമ്പു ഇട്ടിട്ട് തല കഴുകും കേട്ടോ. അല്ലാത്ത ദിവസം വെറുതെ കഴുകുകയാണ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഹാർപ്പിക്ക് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ 2 ബാത്റൂമിൽ. അപ്പോൾ അതിലേക്ക് 2ലേക്കും വാങ്ങി. പിന്നെ നമ്മുടെ ഫേസ് വാഷ്, അത് റഫീഖാക്കുള്ള ഫേസ് വാഷാണ് കേട്ടോ. ധാത്രീൻ്റെ തന്നെ ഈ പോമോഗ്രാനറ്റ്, പപ്പായ ഒക്കെ അതിൻ്റെയൊക്കെ എന്താ പറയുക, സാഫ്രോൺ ഒക്കെ ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ് കേട്ടോ. നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന, ആദ്യമായിട്ട് വാങ്ങിയതാണ്. നമ്മളിപ്പോൾ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ധാത്രീൻ്റെ തന്നെയാണ്. ഇതൊന്നും ആഡൊന്നല്ല കേട്ടോ, ഞാൻ അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങൾ പറയുന്നതെന്ന് മാത്രം. ഇതും അതുപോലെ തന്നെ ഷാമ്പു. അപ്പോൾ ഞാൻ ഈ സോപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരു ബക്കറ്റിലിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരില്ലല്ലോ, അങ്ങനെ ഇട്ട് വെക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പാത്രം കഴുകുന്ന ലിക്വിഡ് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തീർന്നെന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എപ്പോഴും വാങ്ങുന്ന ഐറ്റമാണ് ഈ ടിഷ്യൂ. ഇത് കുറച്ചൊരു കട്ടിയില്ല ടൈപ്പാണ്. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്, അതായത് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഈ ഒരു ടിഷ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകും. ഞാൻ ക്യാമ്പും തന്നെയാണ് കേട്ടോ അത് വാങ്ങാം. അപ്പോൾ ബൈ 2 ഗെറ്റ് 1 ആണ് കേട്ടോ അത്. കുറേ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളെ പാസ്ത, അതൊരു വേറെ ഷേപ്പിൽ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, സാമ്പാർ കായത്തിൻ്റെ പൊടി, കട്ട, ടൂത്ത് പേസ്റ്റ്, അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് കേട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയി, ഏട്ടത്തിൻ്റെ റോസിൻ്റെ പ്ലാന്റ് ഞാൻ കാണിച്ചപ്പോൾ കുറേ പേര് അതിൻ്റെ എന്താ പറയുക, പുഴുക്കേടൊക്കെ വരാണ്ടിരിക്കാൻ എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ കെയറിങ് തന്നെയാണ്. പിന്നെ വെയിലുള്ള സ്ഥലത്ത് വെക്കുക ഫ്ലവറിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഈ പുകലക്കഷായമൊക്കെ തിളപ്പിച്ചിട്ട്, സോപ്പും പുകലയും കൂടെ തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, ഇതൊക്കെ കിട്ടും, കീടനാശിനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ടാവില്ലേ നമ്മളെ ടൗണിൽ, അവിടെ നമ്മൾ ചോദിച്ചാൽ മതി കേട്ടോ. ഈ പുഴുക്കേടിനൊക്കെ അടിച്ചു കൊടുക്കുന്ന മരുന്ന് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അത് തന്നെയാണ് കേട്ടോ ഓളും ചെയ്യുന്നത്. അപ്പം അത് കൊണ്ടുവന്നിട്ട് അതിനൊരളവുണ്ടാവും, അത്രയും വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതൊരു എന്താ പറയുക, ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരിക്കൽ അങ്ങനെ ചെയ്താൽ മതി. അടുപ്പിച്ചൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ തന്നെ നല്ല ഈ ചായക്കിടങ്ങ് മനസ്സിലായി അത്. ആ ഒരു വെള്ള ഇത് വന്നിട്ട് അതിലിങ്ങനെ നിറച്ചുണ്ടാവും. നമ്മൾക്ക് റോസ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ. ഇപ്പം പിന്നെ ആ വെയിലിൻ്റെ ആ ഒരു മാവൊക്കെ വലുതായപ്പം, വെയിൽ ഇല്ലാണ്ടായപ്പോഴാണ് നമ്മൾ റോസ് നിർത്തിയത് കേട്ടോ. ബൊഗൺവില്ല തന്നെ നമുക്ക് ആ ഒരു മതിലിൽ ഒരു 2 മണി വരേക്കുള്ള വെയിലേ കിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ വെയിലിങ്ങനെ പോവുകയാണ് ചെയ്യുക നമ്മളെ വീട്ടിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മളിവിടെ കൂടുതലും ഞാൻ ഈ തണുപ്പ്, അതായത് ഓവർ വെയിൽ വേണ്ടാത്ത ചെടികളാട്ടോ നമ്മളവിടെ അധികവും പറ്റുക. വെയിൽ വേണ്ടത് അത്ര നന്നാവില്ല. ആന്തൂറിയം, ഈ പച്ചപ്പുള്ള ചെടികൾ, അതൊക്കെ നന്നാവുകയും ചെയ്യും. ഇപ്പം പിന്നെ ഈ വെയിലിന്, അതായത് ഇപ്പം കഴിഞ്ഞ വെയിലിന് ഇപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആയില്ലേ,
വെയിലിന് ഒരു ചെടിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആന്തൂറി ആയാലും അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടും ഒക്കെ ആ ഒരു രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ ചകിരിയൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും വെയിലായിരുന്നില്ലേ. അപ്പോൾ അതാ പറഞ്ഞ ചെടീൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കായം, നമ്മളെ സാമ്പാർ കായല്ലേ, അത് ഞാൻ കട്ടയാണെങ്കിലും പൗഡറാണെങ്കിലും ഫ്രിഡ്ജിലാട്ടോ വെക്കുക. ബോക്സിലാക്കുക, അതായത് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചിട്ട് വെക്കും കേട്ടോ. അതായത് നമ്മൾ ആ ഒരു സാമ്പാറിൻ്റെ പൊടി കട്ട പിടിക്കൂലേ കുറേ. നമ്മൾ എപ്പോഴും ഒന്ന് സാമ്പാർ ഉണ്ടാക്കുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ പകുതി കട്ട പിടിച്ച് പോകും കേട്ടോ. അപ്പോൾ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ, ഈ ഹോർലിക്സ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഇനി ഞാൻ വേഗം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടടുത്തൊക്കെ എടുത്ത് വെച്ചു. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഇനി ലഞ്ച് ഉണ്ടാക്കണം കേട്ടോ. റഫീഖ കൊണ്ടുപോകണം. അപ്പോൾ ഇത് ഇന്നലെ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച്. ഇത് ഇന്നലെ നമ്മൾ നടക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് റഫീഖ കുറച്ച് അപ്പുറത്തേക്ക് നടക്കാൻ വേണ്ടി പോയിട്ട്, അപ്പോൾ അവിടെ ഇങ്ങനെ കാട്ടുമാങ്ങ ഉണ്ട് കേട്ടോ, അവരറിയുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള മാങ്ങയാണ് കേട്ടോ, നല്ല മധുരമുണ്ട് അത്യാവശ്യം. അപ്പോൾ അത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ചെയ്യാവുന്ന വെറൈറ്റി ടേസ്റ്റുള്ള സൂപ്പർ ടേസ്റ്റുള്ള, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, അത്രയും ടേസ്റ്റാട്ടോ ഇതിന്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വിചാരിച്ചു ചിക്കനും വേണ്ട മീനും വേണ്ട, ഇന്ന് ഒരു നാടൻ വെജിറ്റബിൾസ് എല്ലാം കൂട്ടിയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മീനൊന്നും ഇല്ലാത്ത ഒരു ഊണ്, അതാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. ഈ മാങ്ങ നമ്മൾ തൊലി കളയുമ്പോൾ ഇല്ലേ, കഴുകിയിട്ട് ക്ലീൻ ചെയ്തിട്ട് തൊലി കളയുമ്പോൾ ചട്ടിയിലേക്ക് തന്നെ പിടിച്ച്, അതായത് നമ്മൾ എന്തിലാണോ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൺചട്ടിയിലൊക്കെ തന്നെ ഉണ്ടാക്കിയാൽ അത് ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കിക്കോ. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മാങ്ങ ഉരിഞ്ഞെടുക്കുമ്പോൾ ചട്ടിയിലേക്ക്, അതായത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് പിടിച്ചിട്ടാക്കുക കേട്ടോ. കാര്യം അതിൻ്റെ നീരും കാര്യങ്ങളൊക്കെ അതിലേക്ക് തന്നെ വീഴട്ടെ. ആ ഒരു കറയും അതുപോലെ തന്നെ ആ ഒരു അങ്ങനത്തെ കറയല്ല, ആ ഒരു നല്ലൊരു ചൊവ ഉണ്ടാവും ആ ഒരു നീരിനൊക്കെ. അപ്പോൾ അത് പുറത്ത് കളയാതെ ഇതിലേക്ക് തന്നെ ഇടട്ടെ. ഞാൻ അതിൻ്റെ തൊലി തിന്നുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല മധുരം ഉണ്ട് കേട്ടോ, തൊലിക്ക് പോലും നല്ല ടേസ്റ്റ് ഉണ്ട്. പഞ്ചാര മാങ്ങ എന്ന് പറയും നമ്മളിവിടെ, ഇതിന് കാട്ടുമാങ്ങ എന്ന് പറയും കേട്ടോ. പക്ഷെ ചില സ്ഥലത്ത് ഇതിന് നാട്ടുമാങ്ങ എന്നും പറയുന്നുണ്ട്. നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാങ്ങ ഇതാണ്. പിന്നെ നിങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന അങ്ങനത്തെ മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല ഫ്ലേവറുള്ള മാങ്ങ എടുക്കുക. പിന്നെ ഇനിയിപ്പോൾ അങ്ങനത്തെ മാങ്ങ വീട്ടിലില്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർ നമുക്ക് ഷോപ്പിൽ ഇപ്പം നല്ല അടിപൊളിയായിട്ട് വാങ്ങാൻ കിട്ടും. നമ്മളെ മൂവാണ്ടം മാങ്ങ, ചേലമാങ്ങ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ നല്ല ഫ്ലേവറുള്ള മാങ്ങകളില്ലേ, മൂവാണ്ടൻ മാങ്ങ ഒക്കെ ഇതിന് വേണ്ടി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ സിന്ദൂരി, അതൊക്കെ എടുക്കാം. അതെടുത്തിട്ട് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. അതാകുമ്പോൾ കുറച്ചുകൂടി വലിയ സൈസായിരിക്കും. ഇതാകുമ്പോൾ കാണാൻ ക്യൂട്ടാണ്, ടേസ്റ്റും ഫസ്റ്റ് നമ്പർ 1 ഇത് തന്നെയാണ് കേട്ടോ. പിന്നെയാണ് ഞാൻ അതിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളെ വീടിൻ്റെ മുന്നിലുള്ള നമ്മളെ മുറ്റത്തുള്ള മാവില്ലേ, അതിപ്രാവശ്യം കുറച്ചുണ്ട്. പക്ഷെ അത് എന്താ പറയുക, ഒന്നരാടനാണ് കേട്ടോ. ഒരു കൊല്ലം നന്നായിട്ടുണ്ടാവും. കഴിഞ്ഞ തവണ നമുക്ക് മാഷാള്ള നന്നായിട്ട് തന്നെ കിട്ടിയില്ലേ, മാഷാള്ള നന്നായിട്ട് തന്നെ കിട്ടി. പക്ഷേ അത് പിറ്റത്തെ കൊല്ലം നമുക്കത് കംപ്ലീറ്റ് കേടായിട്ടും പോകും കേട്ടോ. ഇങ്ങനെ വീണ് പോവുക, പച്ചക്കന്നെ മൂത്താലും ഇങ്ങനെ വീണ് പോവും, പഴുത്താലും കേടായിരിക്കും, അങ്ങനെയായിരിക്കും. അടുത്ത വർഷം നമുക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അത് ഇപ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെ ആവുന്നുണ്ടത്. ഞാനത് കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു, ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മാങ്ങക്ക് കാത്തു നിൽക്കലൊന്നുമില്ല. പക്ഷേ ഇത്തവണത്തെ ആദ്യത്തെ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഇത്. അപ്പോൾ മാങ്ങയൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്യാട്ടെ ചെറുതായിട്ട്. ഒരുപാട് ഇങ്ങനെ ഞാൻ വേണ്ടി അതിൻ്റെ മാംസം ഇങ്ങനെ പുറത്തേക്ക് വരുത്തൊന്നും വേണ്ട, ഒന്നിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അത് നല്ലതാട്ടോ, ആ മാങ്ങയിലേക്ക് എല്ലാം പിടിക്കാനും മാങ്ങയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജ്യൂസ് ഇറങ്ങാനും ഒക്കെ അത് നല്ലതാണ്. പിന്നെ ഒരു 1/2 ഗ്ലാസോളം കുറച്ച് വെള്ളം ഒഴിക്കുക, ആ മാങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പ്, ആദ്യം തന്നെ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ട, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മാമ്പഴ പുളിശ്ശേരി എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കുക കേട്ടോ, കിടലൻ ടേസ്റ്റാണ്. ഇപ്പോൾ മൺചട്ടിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി മാങ്ങ ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇടയ്ക്കൊന്ന് ഇങ്ങനെ വെച്ചിട്ട് പോകണ്ട, വേറെ കാര്യങ്ങൾക്ക് പോകരുത്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു തവി വെച്ചേക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് മറക്കണ്ട, അടച്ച് വെച്ച് കഴിഞ്ഞാലും, കാരണം പെട്ടെന്ന് അടിക്ക് പിടിക്കും കേട്ടോ മാങ്ങ. അവിടെ ഇങ്ങനെ വെച്ചിങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇടയ്ക്ക് ഇളക്കുക, അത്ര തന്നെ കേട്ടോ. വേറെ ഉണ്ടാക്കാൻ വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇനി അപ്പുറത്തെ
ചട്ടിയിൽ ഞാൻ മോര് കാച്ചി എടുക്കാം കേട്ടോ. നമ്മളെ കൊണ്ടാട്ടം മുളക് വെച്ചിട്ടുള്ള മോര് കാച്ചി നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരട്ടെ. അതിന് ശേഷം ഒരു 2 പിഞ്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ ഉലുവയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക നമ്മളെ മോര് കാച്ചിയതിനും. അപ്പോൾ ഇതാ നമ്മളെ മാങ്ങ ഒക്കെ തിളച്ച് വന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കുക്കാവട്ടെ, ഒരുപാടൊന്നും വേണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് മാങ്ങ ഒന്ന് വെന്ത് വരണം. ആ ഒരു വെന്ത് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ ശർക്കര ഉരുക്കി വെച്ച് ഒരു 2 അച്ച് ശർക്കര ഞാൻ ഉരുക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണിച്ചു, പക്ഷേ ഞാൻ പറയാൻ വിട്ടുപോയതാട്ടോ. അതവിടെ ഉരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ മോര് കാച്ചാറിൽ ചട്ടി വെച്ച് കൊടുത്തത്. അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് പെട്ടെന്ന് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഉലുവ ഞാൻ പൊട്ടിച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ കൊണ്ടാട്ടം മുളകില്ലേ, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല. നമ്മൾ തൈരിലൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്ന അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത്രയ്ക്ക് ഇട്ട് കൊടുക്കുക. ഒരു എരിവും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ നമ്മൾ മോര് കറിയിലേക്ക്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. അതിനി നമ്മളിങ്ങനെ പൊരിച്ചെടുക്കൂലേ, ആ രീതിയിൽ ആക്കിയിട്ടെടുക്കുക. അതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം ആ രീതിയിൽ കേട്ടോ. ഒന്നുകൂടെ ഒന്നായിട്ട് വന്നോട്ടെ. പൊരിച്ചെടുക്കുന്ന ആ ഒരു കളറ് അത് തന്നെ. ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ. നമ്മൾ ഈ മോരിൽ ഇതിങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട്, അതായത് രാവിലെ ഉണ്ടാക്കി ഉച്ചയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു 1 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമ്മളിത് കൈവച്ച് ഞരടിയിട്ട് ആ ഒരു മുളക് ഇങ്ങനെ ചോറിൽ ഞരടിയിട്ട് മോരുകറീൻ്റെ കൂടെ കഴിക്കുമ്പോഴേ ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് തൈര് ഇങ്ങനെ ഒന്ന് നമ്മൾ എന്തെങ്കിലും സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സോഫ്റ്റ് ആക്കി ഒന്ന് ക്രീമി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. കട്ടത്തൈരൊക്കെയാണ് ഭയങ്കര നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിപ്പോൾ ഇത്ര മതി. ഞാൻ ഒരുപാട് ലൂസാക്കുന്നില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ഒരു ക്രീമി ആ ഒരു രീതിയിലാട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത്രയും മതി. പിന്നെ ഈ മുളക് ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടല്ല, പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇത്രേ പണിയുള്ളൂ. നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കലും ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കണം കേട്ടോ. തിളപ്പിക്കൊന്നും വേണ്ട, നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മോര് കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മാങ്ങ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുത്തോടെ ഇരിക്കുന്നുണ്ട്. ശർക്കര നമ്മളവിടെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മാങ്ങ കുക്കായിട്ട് വന്നപ്പം ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നതിന് ശേഷം നമ്മളെ ശർക്കര ഉരുക്കിയത് എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ഇതിങ്ങനെ വരണ്ട് ഒന്നുകൂടെ ഒന്ന് മധുരെല്ലാം പിടിച്ച് ഒന്ന് വരണ്ട് സെറ്റായിട്ട് വരണം കേട്ടോ. അപ്പോഴും നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. അതിനി ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ഒരു മോരുകറി. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ലൂസായിട്ട് എടുക്കണ്ട, അധികം പുളിയില്ലാത്ത കട്ടത്തൈര് എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താലാട്ടോ ഒന്നുകൂടെ ടേസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല പുളിയൊക്കെ വേണം മോരുകറിക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ തൈര് വേണമെങ്കിലും ഒന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ അത്ര പുളി ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്കുള്ള അരപ്പ്. അതിന് വേണ്ടിയിട്ട് ഒരു 4 തേങ്ങക്ക് 1 കൈപ്പിടി 4 മാങ്ങക്ക് 1 കൈപ്പിടി തേങ്ങ എന്നുള്ള രീതിയിൽ എടുത്താൽ കേട്ടോ. ഞാനൊരു 2-3 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, തേങ്ങ ചെരുകിയത്. അതിലേക്ക് കുറച്ച് തൈര്, ഒരു 1/2 കപ്പ് തൈരൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ഒരുപാടൊന്നും വേണ്ട. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ വരെയൊക്കെ, ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെയൊക്കെ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അത് നല്ല ഫൈനായിട്ട്, വേറെ ഒന്നും അതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പച്ചമുളക്, ജീരകം അങ്ങനത്തെ ഒന്നും വേണ്ട. അത് നല്ല ഫൈനായിട്ട് അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ശർക്കരയൊക്കെ മാങ്ങയിൽ ഇങ്ങനെ പിടിച്ച് നല്ല വരണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്, ഏത് നെയ്യായാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയത്ത് അടിപൊളി സ്മെല്ല്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നല്ല വരണ്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്ത് ചട്ടി വെച്ച് കൊടുത്ത് അവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുരിങ്ങയില ഉപ്പേരിയാണ് കേട്ടോ, മുരിങ്ങയില തോരൻ. അതിലേക്ക് മുരിങ്ങയില ക്ലീൻ ആക്കിയതിലേക്ക് തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുരിങ്ങയില തോരനാകുമ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടുമല്ലോ. അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇതാ ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആ ഒരു നെയ്യിലും നമ്മുടെ ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ മാമ്പഴമൊക്കെ കൂടെ കൂടിയിട്ട്
ഈ ഒരു രീതിയിലാട്ടോ ഞാൻ പറയൊരു ഞാൻ മുന്നേ മാമ്പഴപ്പുളിശ്ശേരി ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ എന്തായാലും ട്രൈ ആക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. ഞാൻ മാമ്പഴപ്പുളിശ്ശേരി ആദ്യമായിട്ടാണ് ഇത്തവണ ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് ഈ മാങ്ങയിലാട്ടോ ഇഷ്ടം ഉണ്ടാക്കാൻ. പിന്നെ ഈ മാങ്ങ വരട്ടില്ലേ, നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ള ആ വരട്ടിയെടുക്കുന്നത് തേങ്ങ ചേർക്കാതെ, അത് കഴിഞ്ഞ ദിവസം റഫീഖ സ്റ്റേഷനിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മാങ്ങ കിട്ടിയപ്പോൾ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുരിങ്ങയിൽ ഒന്നിങ്ങനെ സെറ്റായിട്ട് വന്നപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒരു തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അതും റെഡി ആയിട്ട് കിട്ടും. ഞാൻ വേഗം ചെയ്യുന്നത് റഫീഖക്ക് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അരപ്പ് നല്ല ഫൈനായിട്ട് അരക്കാൻ മറന്നു പോകരുത് കേട്ടോ. തരിതരിപ്പോട് കൂടിയൊന്നും അരക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇനി ഇത് ഓവർ തിളപ്പിക്കാനും ഒന്നുമില്ല, ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് കട്ടിയല്ല, ലൂസാക്കിയിട്ടും എടുക്കരുത് കേട്ടോ. ഒരു കുറുകിയ ആ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ എടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഇനി നമുക്കിതിൽ ഒരു പണിയുമില്ല, ഒന്ന് വറവിട്ട് ഒഴിക്കും കേട്ടോ. നമ്മൾ വറവൊഴിക്കുന്നതും നെയ്യിൽ തന്നെയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, പക്ഷേ ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അരപ്പ് നിങ്ങൾ പച്ചമുളകോ ഇഞ്ചിയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ സെറ്റാണ്. അപ്പുറം ഒരു സൈഡിൽ കൂടെ ഒരു കുമ്പള വരുമ്പോൾ ഓഫാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തിളക്കാൻ വേണ്ടി സമ്മതിക്കരുത്. നമ്മൾ തൈരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. കടൊന്നും വന്നു പോവില്ല. അപ്പോൾ നമ്മളെ മുരിങ്ങയില തോരനും അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയും സെറ്റാണ്. ഒന്ന് താളിച്ച് വയ്ക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സമയം 7:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട് കേട്ടോ. നടക്കാനൊക്കെ പോയതല്ലേ, നല്ല വിശപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് താളിച്ചൊഴിക്കുകയും കൂടെ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റഫീഖാൻ്റെ ലഞ്ച് ബോക്സും അങ്ങ് റെഡിയാക്കിയിട്ട് വെക്കാമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് താളിച്ചെടുക്കാം. നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ ഒരു 1-1.5 ടീസ്പൂണൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ഒരുപാടൊന്നും വേണ്ട, നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ കടുക്, പിന്നെ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 2 പിഞ്ച് നമ്മുടെ ഉലുവയും ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില, ഉണക്കമുളക്, അങ്ങനെ അതൊക്കെ കറക്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വറവൊഴിച്ച് കൊടുക്കാം. ഈ ഉണക്കമുളക് നമ്മൾ പുറത്ത് വെച്ചാൽ ഇങ്ങനെ പൂപ്പിൽ വന്നിട്ട് മോശമായിട്ട് പോകില്ലേ, അതിന് ഞാൻ ചെയ്യുന്നത് ഞാനൊരു കവറിലോ അല്ലെങ്കിൽ ബോട്ടിലിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അത് ഒരിക്കലും ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചാൽ മതി കേട്ടോ. ഒരിക്കലും നാശമായിട്ട് പോകില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആ നെയ്യും ആ ഒരു കറിവേപ്പിലയും ഒക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു സ്മെല്ല് ഇപ്പോൾ ഭയങ്കര സ്മെല്ലാണ് ഇവിടെ. നല്ല ആ ഒരു അറിയാലോ, ആ നെയ്യിൽ നമ്മൾ വറവിടുമ്പോൾ ഉള്ള ആ ഒരു ഫ്ലേവറും സ്മെല്ലും കാര്യങ്ങളൊക്കെ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇവിടെ ബാക്കിൽ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ. റഫീഖും കൈ കൊണ്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഞാൻ കുക്കറിൽ ചോറ് വെച്ചാൽ പിന്നെ എപ്പോഴും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപോലെ നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ ചോറും നമ്മൾ മുരിങ്ങയില തോരനും മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ മോര് കാച്ചിയതും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ലാവിഷായിട്ടുണ്ട്. അതിന് ശേഷം റഫീഖാൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കി ബാഗിൽ വെച്ചു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചപ്പോൾ റഫീഖ പോയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങൾ പിന്നെ അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകിയെടുക്കൂലേ. 1-2 പാത്രങ്ങളും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി ക്ലീനാക്കിയിട്ട് വെച്ചു. ഇനി ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മൾ പാചകം കഴിഞ്ഞാൽ എന്തായാലും കിച്ചൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി തന്നെ ഒന്ന് നമ്മൾ വറവൊഴിച്ചാൽ എന്തായാലും ആ എണ്ണയും ഒക്കെ അവിടെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ലിക്വിഡൊക്കെ ആക്കിയിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ അകത്ത് ജസ്റ്റ് ഇന്ന് താഴത്തെ ഫ്ലോർ എനിക്കൊന്ന് തുടക്കാനുണ്ട് കേട്ടോ.
കിച്ചൺ പിന്നെ നമ്മളെപ്പോഴും തുടക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ താഴെ സിറ്റ് ഔട്ടും അതുപോലെ തന്നെ താഴത്തെ ഹാളും ഒക്കെ ഒന്ന് തുടക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് ഇതാ പെരുന്നാളൊക്കെ ഇവിടെ ആവാനായി. നാളെ നമ്മളെ ദുൽഹജ്ജ് 1 നാളെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 28-ന് പെരുന്നാൾ വരും അല്ലേ, ഇൻഷാ അള്ളാ. അങ്ങനെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവുക. നമുക്ക് ഡ്രസ്സ് എടുക്കണ കാര്യങ്ങളൊക്കെ, പിന്നെ ഡ്രസ്സ് എടുക്കണം ഇൻഷാ അള്ളാ. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ, നമുക്ക് പെരുന്നാൾ സ്പെഷ്യലായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, വരും വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. സാധാ ഉണ്ടാക്കുന്ന റൈസിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തരാൻ പറ്റുമോ എന്നൊക്കെ ഞാനൊന്ന് നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആയിട്ട് അടിപൊളിയാന്ന് തോന്നിയിട്ടുള്ള സംഭവമേ നിങ്ങൾക്ക് ഞാൻ തരുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് ഡ്രസ്സ് എടുക്കണം, അതിൻ്റെ ഒരു മെയിൻ പാർട്ടല്ലേ. അപ്പം അങ്ങനെ അപ്പോൾ നമ്മളെ നോമ്പ് പെരുന്നാൾ കഴിഞ്ഞ് പെട്ടെന്ന് രണ്ടാമത്തെ പെരുന്നാൾ, നമ്മളെ വലിയ പെരുന്നാൾ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടാണ്. എനിക്ക് തോന്നിയൊന്ന് പറയണേ, പെട്ടെന്നായ പോലെ കേട്ടോ, അധികം നാളാവാത്ത പോലെ തോന്നി. അപ്പോൾ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്കൊരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് തംബ്നെയിൽ സെറ്റാക്കൽ, അതിൻ്റെ ടൈറ്റിൽ കൊടുക്കൽ, അങ്ങനത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചാണെങ്കിലും വീഡിയോൻ്റെ കാര്യം കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. 10 മിനിറ്റാന്ന് വിചാരിച്ചാൽ 1 മണിക്കൂർ അങ്ങ് ആവും കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്ത് വരുമ്പോൾ ടൈം വെറുതെ അങ്ങ് പോവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. എൻ്റെ ബാക്കിയുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് ഇന്നലെ അലക്കിയത് കുറച്ച് പുറത്തേക്ക് ആറിടാനുണ്ട്. അങ്ങനത്തെയൊക്കെ പണികളാണ് കേട്ടോ ഇനി എനിക്കുള്ളത്. മെയിനായിട്ടുള്ള നമ്മളെ കാര്യം ഫുഡ് ഉണ്ടാക്കലും കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങ് തുടച്ച് പോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ കഴിഞ്ഞ 2 വീഡിയോൻ്റെ കമൻറ്റിൽ കുറേ പേർക്ക് റിപ്ലൈ തരാൻ ബാക്കിയുണ്ട് കേട്ടോ. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഗസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇനി എന്തായാലും ഇൻഷാ അള്ളാ ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെയൊക്കെ റിപ്ലൈ, നിങ്ങൾ ചോദിച്ചതിനൊക്കെ മറുപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 1:30 ആയിട്ടേ ഉള്ളൂ. 2 മണിക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല വിശപ്പായിട്ടുണ്ട്. ചോറ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ആക്കി വെച്ചാൽ വിശപ്പ് എന്താ പറയുക, വേറെ എവിടെ നിന്നൊക്കെ വരുമല്ലോ. അപ്പോൾ വിശപ്പിൻ്റെ വിളി വേഗം വന്നു കേട്ടോ ഇന്ന്. അങ്ങനെ നമ്മളെ മോരുകറിയും മാമ്പഴപ്പുളിശ്ശേരിയും ഇന്നത്തെ ഐറ്റംസൊക്കെ ഒന്നിനൊന്ന് ബെറ്ററാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറേ ഐറ്റംസാണ് ഇതൊക്കെ. പിന്നെ ഞാനൊരു ചമ്മന്തി കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ റഫീഖ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് മാങ്ങയും തേങ്ങയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തിയും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എല്ലാം ഇട്ടോടും കേട്ടോ. ഇഞ്ചി ഇടും, വെളുത്തുള്ളി ഇടും, ചുവന്നുള്ളി ഇടും, കുറച്ച് മല്ലിയിലിടും, കുറച്ച് പുതിനയിലിടും, പുളിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നിടും, മാങ്ങയിട്ടെ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. കാര്യം ഈ റഫീഖയ്ക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ട് ചില ഫുഡിനോട്. അപ്പോൾ ചില ഫുഡ് എന്നല്ല, ചില ടൈം ഇവർ വൈകിയാൽ, അങ്ങനെ ചിലപ്പം ഓവർ ഭക്ഷണം കഴിച്ചാൽ, അടുപ്പിച്ചെടുപ്പ് നേരത്തെ ഭക്ഷണം അങ്ങനെ എന്ത് കാരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഐറ്റം ചിലപ്പോൾ ഞാൻ തേങ്ങ ഇടാതെ അരക്കും ചമ്മന്തി, ചിലപ്പോൾ തേങ്ങ ഇട്ടിട്ടരക്കും. അങ്ങനെ അതൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മിൻറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് നല്ലതാണല്ലോ. അപ്പോൾ ആ ഒരു അത് കുറക്കും കേട്ടോ. അപ്പം അങ്ങനെ ഫുഡിൻ്റെ കൂടെ ഒരു ചമ്മന്തി എന്തായാലും ഞാൻ കൊടുത്ത് വിടാറുണ്ട്. എത്ര സമയമില്ലെങ്കിലും ചിലപ്പം നമ്മൾ ഉള്ളിയും പച്ചമുളകും ചതച്ചിട്ടുള്ള, വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ടുള്ള അതെങ്കിലും, എന്നിട്ട് ലെമൺ ആക്കിയിട്ടുള്ള അതെങ്കിലും കൊടുത്തു വിടും കേട്ടോ. ആ ഒരു ചമ്മന്തി അപ്പോഴും നല്ലതല്ലേ നമുക്ക്. ഈ ഗ്യാസിൻ്റെ പ്രശ്നത്തിനൊക്കെ അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയൊന്നുമില്ല, ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റാട്ടോ നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി, വെറുതെ പറയുന്നതല്ല. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നമ്മൾ ആ മോരുകറി ഒഴിച്ചിട്ട് അതിൽ ആ ഒരു അത് ആ മുളകില്ലേ അതിങ്ങനെ കുതിർന്ന് കിടക്കണ്ടാവേ, അതിങ്ങനെ ചോറിലിങ്ങനെ ഞെരടി കഴിക്കണം കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ പുളിപ്പും കാര്യങ്ങളും സൈഡിൽ നമ്മളെ മാമ്പഴപ്പുളിശ്ശേരിൻ്റെ ചെറിയൊരു മധുരിപ്പും കാര്യങ്ങളും കിട്ടലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.